രാജ്യം കേൾക്കാൻ കൊതിക്കുന്ന ആ ഇലക്ഷൻ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ള ഫലം അറിയാൻ പോവുകയാണ്. BJP പ്രഖ്യാപിച്ചതനുസരിച്ച് 400 സീറ്റോളം പിടിക്കുമെന്നുള്ളതാണ് അവരുടെ വലിയ പ്രഖ്യാപനമായിരുന്നത്. എന്നാൽ ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പറയുന്നത് ഏകദേശം 370ഓളം സീറ്റുകൾ, അതായത് BJP എന്താണോ പറഞ്ഞിരുന്നത് ആ സീറ്റുകൾ അടുപ്പത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ ഞെട്ടിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. കേരളത്തെ അല്ലെങ്കിൽ കേരളം അടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ ഒരിക്കലും കിട്ടാക്കനി, BJPക്ക് കിട്ടാക്കനി എന്ന് വിശ്വസിക്കുന്ന തെക്കൻ സംസ്ഥാനങ്ങൾ പോലും BJPയുടെ പരിധിയിലാകുമെന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായും. നമ്മള് കേരളത്തെ കുറിച്ച് തന്നെ ആദ്യം സംസാരിച്ചു തുടങ്ങാം. കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ BJP ഒരിക്കലും ക്ലച്ച് പിടിക്കില്ല എന്നാണ് ഇതുവരെ പൊതുവെ എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇക്കുറി കഥ മാറുകയാണ്. BJP ഉറപ്പായും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോളുകളെല്ലാം, ഏതാണ് എല്ലാ എക്സിറ്റ് പോളുകളും ആ രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോ ആരാകും ആദ്യം കേരളത്തിൽ താമര വിരിയിക്കുക എന്നുള്ളതാണ് അറിയാനുള്ളത്. സുരേഷ് ഗോപി ആകുമോ, ട്രിവാൻഡ്രത്ത് രാജീവ് ചന്ദ്രശേഖർ ആകുമോ, V മുരളീധരൻ ആകുമോ, ശോഭാ സുരേന്ദ്രൻ ആകുമോ, ആരാകുമെന്ന് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആരായിരിക്കും ജയശങ്കർ? പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരവും തൃശ്ശൂരും എനിക്ക് തൃശ്ശൂർ ഈ BJP പ്രധാനമായിട്ട് നേട്ടം കൊയ്യാൻ സാധ്യതയുള്ള 2 മണ്ഡലങ്ങൾ തന്നെയാണ്. തൃശ്ശൂരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി എന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കുറച്ചു കാലങ്ങളായിട്ട് തന്നെ കുറച്ച് വിവാദങ്ങളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു വ്യക്തിയെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പലർക്കും അറിയില്ലായിരുന്നു ഇദ്ദേഹം ആരാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങൾ അറിഞ്ഞു വരുമ്പോൾ, അദ്ദേഹത്തിന്റെ സെൻട്രൽ മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞു വരുമ്പോൾ വലിയൊരു വികസനം തിരുവനന്തപുരത്തേക്ക് അടക്കം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വലിയൊരു ഫണ്ട് ഒഴുക്കോടുകൂടി തിരുവനന്തപുരത്തെ ഒരു സ്വപ്ന നഗരിയൊക്കെ ആക്കി മാറ്റാം എന്നുള്ള രീതിയിലുള്ളൊരു ക്യാമ്പയിനാണ് BJP നടത്തിയത്. അത് ഒരു പരിധി വരെ സാധാരണക്കാരിലേക്ക് അടക്കം എത്തിയെന്നത് സത്യം തന്നെയാണ്. സത്യം. മാത്രമല്ല, ഈ തിരുവനന്തപുരത്ത് ഒരു പുതുമുഖത്തെ നാട്ടുകാർ ആഗ്രഹിക്കുന്നെന്ന് തോന്നുന്നു. അതായത് കാലാകാലങ്ങളായി ഇരിക്കുന്നവർ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ സീറ്റ് പിടിക്കുന്ന ഒരു ചരിത്രമാണ് തിരുവനന്തപുരത്തിനുള്ളത്. പക്ഷെ അതൊരു പുതുമുഖത്തിലേക്ക് ഒരു ആഗ്രഹം. കാരണം ജയശങ്കർ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുൻപ് ഒരു മലയാളം പോലും വ്യക്തമായി അറിയാത്ത ഒരു നോർത്ത് ഇന്ത്യൻ എന്നുള്ള പരിഗണനയിൽ നിന്ന് ഞങ്ങളെ അറിയാവുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന തരത്തിലൊക്കെ തിരുവനന്തപുരത്തുകാർ ചിന്തിച്ച് തുടങ്ങിയ ഒരു സമയം അദ്ദേഹത്തിന്റെ തന്നെ പ്രചാരണവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെ, നല്ല രീതിയിൽ പ്രചാരണം നടത്തി എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയൊരു വിജയമായി പലരും കണക്കാക്കുന്നത്. അതുകൊണ്ടായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അതൊക്കെ പ്രതിഫലിച്ചത് അല്ലെ? തീർച്ചയായും. ഇപ്പൊ BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരവും ഇല്ലെങ്കിൽ തൃശ്ശൂരും ഒക്കെയാണ്. ഇവിടങ്ങളിൽ ഉറപ്പായും BJP വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. പൊതുവെ അങ്ങനെ ഒരു വിശ്വാസം BJP സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വവും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വലിയൊരു ആകാംക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നു. മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കുവോ പണിയെടുത്തിട്ടുണ്ട്. കാരണം വളരെ തന്ത്രപരമായി തന്നെ പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത് പറയണം. അവസാന നിമിഷം വരെ ഈ 2 തവണയും എടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. പക്ഷേ അദ്ദേഹം പതറിയില്ല, തളർന്നില്ല. അവസാനം വരെ തൃശ്ശൂരിന് വേണ്ടി തന്നെ പലതവണ പോരാടുന്നതാണ് നമ്മൾ കണ്ടത്. ആ പോരാട്ട വീര്യം മാറിയില്ല. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അദ്ദേഹം വീണ്ടും കരുത്തനായി, കൂടുതൽ ശക്തനായി തിരിച്ചു വരുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചു. അത് അദ്ദേഹത്തിന് ഇക്കുറി ഗുണം ചെയ്യുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അഥവാ ഗുണം ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ തളർത്തി കളയുമോ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. കാര്യം അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇതിൽ നിന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന അജണ്ടയായിട്ട് അവർ ഇപ്പോൾ മാറ്റിയിരിക്കുന്ന ഒരു കാര്യം ഈ വികസനം തന്നെയാണ്. ഒരു 5 വർഷങ്ങൾക്ക് മുന്നുള്ള അവസ്ഥയല്ല ഇപ്പോൾ. ഒരു ജാതീയ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ നിന്ന് BJP വന്നാൽ വികസനം ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്ക് ഒരു പൊതുബോധം ഉണ്ടാക്കാനായിട്ട് ഒരു പരിധിവരെയും BJP കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കിടയിൽ ഇനി ഒരു മാറ്റം നടത്തിക്കൂടെ എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നത് കൂടി പറയേണ്ടി വരും. അത് മാത്രവുമല്ല, നമ്മുടെ മോദിയുടെ, അതായത് പ്രധാനമന്ത്രി ആയ ഒരു വ്യക്തി തന്നെ നേരിട്ട് നിരവധി തവണ വന്ന് പ്രചാരണം നടത്തുന്നു. അത് ഏതൊരു ചെറിയ കൊച്ചു മണ്ഡലത്തിലായിരുന്നാൽ പോലും വന്ന് പ്രചാരണം നടത്തുന്ന രീതി ഒരുപക്ഷെ കേരളത്തിൽ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നതുകൂടെ മനസ്സിലാക്കണം. അതായിരിക്കാം ഒരുപക്ഷെ ഇനി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകാമെങ്കിൽ ഒരു മോദി ഇമ്പാക്ട് ഉണ്ടാകുമോ, മോദി എഫക്ട് എന്ന് പറയാം അല്ലെ, മോദി പ്രഭാവം അങ്ങ് വീശി അടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? അത് എത്രത്തോളം വർക്കൗട്ട് ആയി എന്നുള്ളത് കാത്തിരുന്ന് കാണാം, കൃത്യമായി പറയാം. എന്തായാലും കേരളം അടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങൾ BJPക്ക് കിട്ടാക്കനിയാണ് എന്നതിനപ്പുറത്തേക്ക്
ഇനി അവിടേക്കും ഈ BJPയുടെ ഒരു പ്രവാഹം അല്ലെങ്കിൽ മോദി പ്രഭാവം വരുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് വെറും സൂചന മാത്രമാണ്. കൃത്യമായ കാര്യങ്ങൾ അറിയാൻ ഇനി നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. വെറും മണിക്കൂറുകളാണ്. ജനവിധി, ജനഹിതം 2024.